എനിക്കിതിൽ അടികൂടാനല്ല, സ്നേഹിക്കാനാ പഠിക്കേണ്ടത്. എന്താ? അതായത് ഞാൻ ഇതാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ തമ്പുരു വായിക്കുന്നത് പോലെ എനിക്കും വായിക്കണം. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ താങ്കളെ സഹായിക്കാം. ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതെവിടെ ഇങ്ങനെ, എന്നിട്ട് ഈ കൈ കൊണ്ട് പിടിക്കൂ. ഇങ്ങനെ. ദ്രുപദ്, നോക്കി നിൽക്കുന്നത് എന്തിനാണ്? നമ്മൾ ബിദുർവാസികൾ ഇവരെ പേടിക്കാനോ? ജയ് ഭവാനി! ജയ് ഭവാനി! നിങ്ങളിൽ ആരെങ്കിലും അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വാ. ശ്രീമൻ സർക്കാരിന്റെ ആരതി തടഞ്ഞു കാണിക്ക്. ഇനി ബിറ്റൂരിലെ എല്ലാ ഹൃദയത്തിൽ നിന്നും വെറുപ്പിന്റെ അഗ്നിനാളം കാണാൻ സാധിക്കും. കണ്ടോളൂ നിങ്ങൾ. Situation is very serious. രക്തച്ചൊരിച്ചിലുണ്ടാകും. ഇത്രയും സീരിയസ് സിറ്റുവേഷൻ ഉപയോഗിച്ച് വേണം നമ്മൾ നമ്മുടെ റൂളിനെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കി മാറ്റാൻ. വരൂ, ഒന്നറിയും ഞാൻ എല്ലാത്തിനെയും. നോ, ഒരു പൂജയും ഇവിടെ നടക്കില്ല. ബിറ്റൂർവാസികളെ, നിങ്ങൾക്കറിയാമല്ലോ, ഡോളക്പൂർ ഗ്രാമത്തിനടുത്ത് കമ്മീഷൻ ഓഫീസിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫ്ലാഗ് ഏതോ ദേശദ്രോഹികൾ കത്തിച്ച് നിങ്ങളെ ഓൾറെഡി ഒരു പ്രോബ്ലത്തിലാക്കിയിരിക്കുകയാണ്. നമ്മുടെ ലോ ആൻഡ് ഓർഡർ മോശമാക്കാൻ നമ്മൾ ആരെയും അനുവദിക്കില്ല. നിങ്ങൾ പ്രശ്നമുണ്ടാക്കിയാൽ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് പണിഷ് ചെയ്യേണ്ടി വരും. ഇന്ന് ഇപ്പോൾ മുതൽ ലോ ആൻഡ് ഓർഡർ നമ്മുടെ കമ്പനിയുടെ കൈകളിൽ വന്നില്ല എങ്കിൽ ഇവിടെ നിന്നും ആർക്കും പുറത്തു പോകാൻ സാധിക്കില്ല.
ദുർഗാ മാതാവ് അംബാ മാതാവ് ദുർഗാ മാതാവ് ദുർഗാ മാതാവ് ദുർഗാ മാതാവ് ദുർഗാ മാതാവ് ദുർഗാ മാതാവ് ഒരു കാര്യം കേട്ടുള്ളൂ ബാജിറാവു, ഇതിവിടം കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഈ പെൺകുട്ടിയുടെ സാമർഥ്യം കാരണം ഇപ്പോൾ നിങ്ങൾ ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെട്ടു. പക്ഷെ ഓർമ്മയുണ്ടായിരിക്കണം, ആദ്യത്തെ പൂജ ചെയ്യാനുള്ള അധികാരം എന്റേതായിരുന്നു. എന്റേതാണ്, എപ്പോഴും എന്റേത് തന്നെയായിരിക്കും. വരൂ യശോദ. ക്ഷമിച്ചാലും മോറോപ്പന്ത്, താങ്കൾ എൻ്റെ കഴിവുകളിൽ സംശയിക്കുകയാണോ? ഒരിക്കലുമല്ല ശാസ്ത്രികളെ, ഞാൻ ഇതുമാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്റെ മകളുടെ ജാതകം നോക്കിയിട്ട് അങ്ങ് ഭാവി പ്രവചിച്ചിരുന്നതാണല്ലോ. അവൾ ഏതോ വലിയ രാജ്യത്തെ റാണിയായി മാറുമെന്ന്, ധനവും സമ്പത്തുമൊക്കെയായി സുഖമായി ജീവിക്കുമെന്ന്. തീർച്ചയായും അത് നടക്കും മോറോപ്പന്ത്. ഞാൻ അങ്ങയോട് പറഞ്ഞ ഓരോ വാക്കും അക്ഷരം പ്രതി സത്യമാണ്. എനിക്ക് ശുഭലക്ഷണമുള്ള ജാതകത്തിലെ ദ്വാദശ ഭാവത്തിൽ വിരാജിക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥാനം ഇപ്പോഴും മനഃപ്പാടമാണ്. പക്ഷെ ശാസ്ത്രികളെ, എന്റെ മകൾ മനു അങ്ങ് പറഞ്ഞ കാര്യങ്ങൾക്ക് തികച്ചും വിപരീതമായാണ് ജീവിക്കുന്നത്. അസംഭവ്യം, അസംഭവ്യമാണത്. മോറോപ്പന്ത്, നിങ്ങൾ ആ ജാതകം എനിക്ക് തരൂ. നാം ഇപ്പോൾ തന്നെ അങ്ങയുടെ സംശയം പരിഹരിച്ചു തരാം. ക്ഷമിക്കൂ ശാസ്ത്രികളെ, പക്ഷെ ആ ജാതകം എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. ദയവ് ചെയ്ത് അങ്ങ് വേറെ എഴുതി തരികയാണെങ്കിൽ. ശരി, നിങ്ങളുടെ മകളുടെ ജനന ദിവസം പറയൂ. ജനന ദിവസം വൃശ്ചിക മാസം 14-ാം തീയതി 1867. ജനന സ്ഥലം കാശി.
പ്രഥമ ഭാവത്തിൽ ബുധനും വ്യാഴവും ഒരുമിച്ച്. അത്ഭുതം, അത്ഭുതം തന്നെ താത്യാ ദീക്ഷിത്. വളരെ ശുഭകരമായ ജാതകമാണ് ഈ മണികർണികയുടേത്. നമ്മുടെ മഹാരാജാവ് ഗംഗാധർ റാവുവിന്റെ തേജസ്വിയായ ഗ്രഹങ്ങളുമായി പൂർണ്ണമായി യോജിക്കുന്നുണ്ട്. പറയൂ താത്യാ ദീക്ഷിത്, ഈ ജാതകം താങ്കൾക്ക് എവിടെ നിന്ന് ലഭിച്ചു? അല്ലയോ പണ്ഡിത, ഈ ജാതകം എനിക്ക് കാൺപൂരിൽ നിന്ന് ലഭിച്ചതാണ്. കാൺപൂരിൽ നിന്നോ? പക്ഷേ താത്യാ ദീക്ഷിത്, ഇതിൽ കന്യകയുടെ ജനന സ്ഥലം കാശി എന്നാണല്ലോ. ഇതൊരു പ്രശ്നം തന്നെയാണ് പണ്ഡിത. ഇല്ലെങ്കിൽ ഇതിനകം തന്നെ ഞാൻ പെൺകുട്ടിയെ കണ്ടെത്തുമായിരുന്നു. താത്യാ ദീക്ഷിത്, ഒരു പക്ഷെ ഇവരുടെ വിവാഹം നടക്കുകയാണെങ്കിൽ നമ്മുടെ ജാൻസിയുടെ തന്നെ ഭാഗ്യം മാറി മറിയുന്നതാണ്. അങ്ങ് പറയുന്നത് സത്യം തന്നെയാണ്. ഇനി ഈ പെൺകുട്ടിയെ കണ്ടെത്തുക എന്നതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹത്തരമായ ലക്ഷ്യം. കൊള്ളാം മനു. ഗുരു, എങ്ങനെയുണ്ട് എന്റെ ഈ പതാക? വളരെ മനോഹരമായിരിക്കുന്നു, വളരെ മനോഹരം. പക്ഷെ ആശ്ചര്യം തോന്നുന്നു, വാളും പരിചയം ഉപയോഗിക്കാൻ നിപുണമായ ഈ കൈകൾ ഇത്രയും മനോഹരമായ രംഗോലിയും ഉണ്ടാക്കുമോ? കൊള്ളാം. ഇല്ല താത്തിഗുരു, ഈ രംഗോലി ശാന്തി ഉണ്ടാക്കിയതാണ്. ഞാൻ കേവലം പതാക മാത്രമാണ് ഉണ്ടാക്കിയത്. ഞാൻ വെറുതെ ഇരുന്നതുകൊണ്ട് ചെയ്തതാ. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പൊ എനിക്ക് അഭ്യസിക്കാൻ മൈതാനത്തിലും പോകാൻ പറ്റില്ല. അതെ മനു, എനിക്ക് നന്നായി അറിയാം. ഇല്ലെങ്കിൽ ഈ വെള്ളക്കാർ അവരുടെ പതാക കത്തിച്ചതിനുള്ള കാര്യത്തിനും നിന്നെ സംശയിച്ചേനെ മോളെ. എന്നെ എന്തിനു സംശയിക്കണം? ഞാൻ പതാക കത്തിക്കുന്നത് ആരെങ്കിലും കണ്ടിരുന്നോ? ഇല്ല, ആരാണ് കത്തിച്ചതെന്ന് ആരും തന്നെ കണ്ടിട്ടില്ല. പക്ഷെ ആരാണോ കത്തിച്ചത്, എനിക്ക് അവരിൽ നിന്റെ ഉള്ളിലേതുപോലുള്ള അഗ്നി കാണാൻ സാധിക്കുന്ന മോളെ. ആരെന്തൊക്കെ പറഞ്ഞാലും ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ദൃഷ്ടിയിൽ ഇങ്ങനെ തന്നെ ഒരു യോദ്ധാവിനാൽ ഈ വെള്ളക്കാർ നശിപ്പിക്കപ്പെടുന്നതാണ്. എനിക്ക് അയാൾ മഹാനാണ്. ഇല്ല താത്തിഗുരു, മഹാൻ അയാളല്ല, മഹാൻ അയാളുടെ ഗുരുവാണ്. അദ്ദേഹമാണ് അയാളുടെ ഉള്ളിൽ ഈ ധൈര്യം ജനിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ മനു, അയാളുടെ ഗുരുവിന്റെ നെഞ്ച് കുറച്ചുകൂടി വിരിച്ചേനെ. ഒരുപക്ഷെ ആ വെള്ളക്കാരുടെ പതാക കത്തിച്ചതിന് ശേഷം അതിന്റെ സ്ഥാനത്ത് നമ്മൾ ഹിന്ദുസ്ഥാനികളുടെ പതാക പറത്തിയിരുന്നെങ്കിൽ. താത്തിഗുരു, നമ്മുടെ ഹിന്ദുസ്ഥാന്റെ പതാക ഇതുപോലെ ആയിരിക്കും അല്ലേ? അതെ മോളെ, ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നേനെ. ഇക്കാര്യത്തിലാണ് ദുഃഖം. നമ്മുടെ ദേശത്തിൽ ധാരാളം പതാകകളുണ്ട്. എന്നാണോ ആ പതാകകളെല്ലാം ഒന്നായി തീരുന്നത്, അന്നായിരിക്കും നമ്മുടെ ഈ ഭാരതം യഥാർത്ഥ ഭാരതമാകുന്നത്. ഇയാളെന്താ ഇവിടെ? ഞാൻ കരുതി ഇയാൾ വരില്ല എന്ന്. വരേണ്ടതല്ലായിരുന്നു.
പക്ഷെ എന്ത് ചെയ്യാനാ, സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. എന്നോട് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ? അങ്ങേക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? പക്ഷെ ആ രാത്രി പൂജയുടെ ദിവസം മുതൽ എനിക്കിങ്ങനെ തോന്നുന്നു, ഇനി നമ്മൾ കാണാൻ പാടില്ല എന്ന്. ഇയാള് പൂജയുടെ കാര്യം വലിയ പ്രശ്നമായി എടുക്കരുത്. അതുപോലെ ഇയാളുടെ പിതാവും എൻ്റെ പിതാവും തമ്മിൽ ഒരു ശത്രുതയും ഇല്ല. ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസമേ ഉള്ളൂ. അത് സംസാരിച്ചു കഴിഞ്ഞാൽ തീരുകയും ചെയ്യും. അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട, ഞാൻ എല്ലാം ശരിയാക്കിക്കോളാം. എന്താ ചിന്തിക്കുന്നേ? നിനക്കെന്നെ വിശ്വാസമില്ലേ? ഉണ്ട്, നന്നായിട്ടുണ്ട്. അപ്പോ ശരി, നീ എനിക്ക് ഈ ദുഃഖിച്ചിരിക്കുന്നതല്ല, ആ ചിരിക്കുന്ന പുഞ്ചിരിക്കുന്ന വൈശാല്യം തിരികെ നൽകൂ. ഇത്രയുള്ളൂ കാര്യം. നീ ഇവിടെ തന്നെ നിൽക്കുക, ഞാൻ നിനക്ക് വേണ്ടി ഒരു സമ്മാനം കൊണ്ടുവരാം. അങ്ങ് വന്നോ? ഞാൻ എത്ര നേരെ അങ്ങേ പ്രതീക്ഷിച്ചിരിക്കുന്നു. എന്നെയോ? നീ ഇവിടെ എന്തിനാ വന്നത്? ഞാൻ ഇയാളുടെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ കാന്ത പറഞ്ഞു ഇയാൾ ഇവിടെയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പറഞ്ഞോളൂ. ഞാൻ പറയാനല്ല, തനിക്ക് ഒരു കാര്യം തരാൻ വന്നതാ. ഇതാ, ഇത് ഞാൻ ഇയാൾക്ക് വേണ്ടി മാത്രം വാങ്ങിയതാ. ഈ വളകൾ തന്റെ കയ്യിലിട്ടാൽ വളരെ മനോഹരമായിരിക്കും. പക്ഷെ എനിക്കിതിന്റെ ഒരാവശ്യമില്ല. തനിക്കുണ്ടാവില്ല, എന്നാൽ എനിക്കുണ്ട്. എന്നുവെച്ചാൽ? അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ആദ്യം ഇയാൾ ഇതൊന്ന് കയ്യിൽ അണിഞ്ഞു കാണിച്ചേ. ഞാൻ പറഞ്ഞില്ലേ എനിക്കിതൊന്നും വേണ്ടെന്ന്. അതെന്താ? ഇയാൾക്കിത് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? കൈകൾ കാണിക്കൂ, ഞാൻ തന്നെ ഇത് തന്റെ കൈകളിൽ അണിയിച്ചു തരാം. കാണിക്കൂ, ഞാനൊന്ന് അണിയിച്ചോട്ടെ. ഒരു നിമിഷം, ഞാൻ അണിയിക്കാം. ഞാൻ ഇയാൾക്ക് തന്ന സമ്മാനം ഇയാൾ സ്വീകരിക്കാത്തത് മോശമായി പോയി. ആയുഷ്മാൻ ഭവ. എന്തുപറ്റി ധ്രുവത്? ഇന്നും ബാജിറാവു നിന്നോടെന്തെങ്കിലും പറഞ്ഞോ? ഇല്ല ഗുരുദേവ, ബാജിറാവുമായി ഒരു സംസാരവും ഉണ്ടായില്ല.